ഹൈ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2010 റിലീസ് ചെയ്ത ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന മൂവിയാണ്. സിനിമ തുടങ്ങുന്നത് നായകന്റെ വോയിസോടെയാണ്. ഇതാണ് ബെർ. ഇവിടെ എല്ലായ്പ്പോഴും ദുരന്തമാണ്. ഇതാണ് എന്റെ നാട്. ഞങ്ങൾ ഇവിടെ 7 തലമുറയായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും പുതിയതാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഫിഷിംഗ് ഉണ്ട്, ഹണ്ടിങ് ഉണ്ട്, അടിപൊളി സൺസെറ്റും കാണാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ സ്ഥലത്തും കൊതുകും പാറ്റയൊക്കെ ആയിരിക്കും പ്രശ്നം. പക്ഷേ ഇവിടെ ഡ്രാഗൺസ് ആണ്. എന്റെ പേരാണ് ഹിക്കപ്പ്. ഇത്രയൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങൾ പേടിച്ചോടാറില്ല. കാരണം ഞങ്ങൾ വൈക്കിങ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എടാ ഉള്ളിലേക്ക് കേറിപ്പോടാ എന്നൊക്കെ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ അവന്റെ അച്ഛൻ അവനെ പിടിക്കുകയും ഉള്ളിലേക്ക് കേറിപ്പോടാ എന്ന് പറഞ്ഞ് അവനെ വലിച്ചെറിയുന്നു. ഇതാണ് സ്റ്റോയ്. ഇദ്ദേഹം കുട്ടിക്കാലത്ത് ഒരുപാട് ഡ്രാഗൺസിന്റെ തല അറുത്ത് കൊന്നിട്ടുണ്ട്. സ്റ്റോയ്ക്കാണ് ഗ്രാമതലവൻ. ഇതോടെ സ്റ്റോയ്ക്ക് എന്തൊക്കെ ഡ്രാഗൺസിനെ നമുക്കിന്ന് കിട്ടി എന്ന് ഒരാളോട് ചോദിക്കുകയും ക്രങ്കിൾസ്, നേഡേഴ്സ്, സിപ്പിൾ ബാക്ക്, അയാൾ ഒരുപാട് ഡ്രാഗൺസിന്റെ പേര് പറയുകയും നൈറ്റ് ഫ്യൂരീസിനെ കിട്ടിയോ എന്ന് സ്റ്റോയ്ക്ക് ചോദിക്കുമ്പോൾ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. നല്ല കാര്യം എന്ന് സ്റ്റോയ്ക്ക് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹിക്കപ്പിനെയാണ്. ഹിക്കപ്പ് ഗോബറിന്റെ പണിപ്പുരയിലേക്ക് കയറുകയും എടാ നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ, ഞാൻ വിചാരിച്ച് പേടിച്ചോടിയെന്ന്. ആര്? ഞാനോ? ഞാൻ ഡ്രാഗൺസിനെയൊക്കെ കൊല്ലാൻ പോവാ എന്ന് ഹിക്കപ്പ് പറയുമ്പോൾ നിന്നെ കൊണ്ടൊന്നും അതിനൊന്നും പറ്റൂലടാ. ഇയാളാണ് ഗോബർ. ഞാൻ ചെറുപ്പം മുതലേ ഇയാളടുത്ത് നിന്ന് വെപ്പൺസ് ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹിക്കപ്പ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയും കഥയിലെ നായികയായ ആസ്ട്രിഡും ടീമും ഡ്രാഗൺസിനെയൊക്കെ കൊന്ന് സ്ലോ മോഷനിൽ നടന്നു വരുന്നു. ഇതൊക്കെ കണ്ട് ഹിക്കപ്പ് വായി ഒളിച്ചു നിൽക്കുന്നു. ഇവര് കിടിലൻ ടീമാണ് എന്നൊക്കെ ഹിക്കപ്പ് പറയുമ്പോൾ ഗോബർ അവനെ പൊക്കിയെടുക്കുന്നു. എന്നെ വിടൂ, ഞാൻ പോയിക്കോട്ടെ. നീ എവിടെ പോകുന്നില്ല. നിനക്കൊരു കോടാലി പൊക്കാൻ പോലും ആവില്ല. പിന്നെ എറിയണ സാധനം ഇതുപോലും നിനക്ക് പൊക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നീ ഡ്രാഗനെ കൊല്ലും? അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കും എന്നൊക്കെ ഗോബർ പറയുമ്പോൾ പക്ഷെ എനിക്ക് ഈ സാധനം വെച്ചിട്ട് ഡ്രാഗനെ വീഴ്ത്താൻ അറിയാം എന്ന് പറഞ്ഞ് അവൻ ആ സാധനത്തിൽ തൊട്ടതും അത് ഒരാളുടെ തലക്ക് പോയി കൊള്ളുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നിന്നെ കൊണ്ട് പറ്റൂല. നിനക്ക് ഡ്രാഗനെ കൊല്ലണമെങ്കിൽ നീ ആദ്യം ഈ മണ്ടത്തരങ്ങളൊക്കെ നിർത്തണം എന്ന് ഗോബർ പറയുമ്പോൾ നിങ്ങൾ ഭാവിയിലെ വലിയൊരു വൈക്കിങ്ങിനെയാണ് നിങ്ങൾ പിടിച്ചു വെക്കുന്നത്. ഓനെ നീ ഇപ്പൊ പോയി വാള് മൂർച്ചയാക്ക്. അങ്ങനെ അവൻ മനസ്സിലാ മനസ്സോടെ വാള് മൂർച്ചയാക്കുന്നു. ശേഷം അവിടെ ഡ്രാഗൺസും മനുഷ്യരും തമ്മിൽ അതിഗംഭീരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോയ്ക്കിന്റെ അടുത്തേക്ക് തീ കത്തുന്ന ഒരു ഡ്രാഗനൊക്കെ വരികയും അതിനെ സ്റ്റോയ്ക്ക് അടിച്ച് പഞ്ചറാക്കുന്നു. ഇതിനിടെ നൈറ്റ് ഫ്യൂരി ആകാശത്തിൽ നിന്നും മിന്നൽ വിടുകയും അത് കൊണ്ടതും വീടുകളൊക്കെ പൊളിഞ്ഞു വീഴുന്നു. ഇതുവരെ ആരും നൈറ്റ് ഫ്യൂരിയെ കണ്ടിട്ടില്ല. അതൊരിക്കലും ഭക്ഷണം മോഷ്ടിക്കാൻ വരാറില്ല. ഇതുവരെ ആരും അതിനെ കൊന്നിട്ടുമില്ല. ഞാനായിരിക്കും ആദ്യം അതിനെ കൊല്ലുക. ഇതിനിടെ അവിടെ യുദ്ധം വല്ലാതെ കൂടുകയും മറ്റു വഴിയില്ലാതെ ഗോബർ അവിടെ നിന്നും യുദ്ധത്തിന് പോകുന്നു. ഇതോടെ ഹിക്കപ്പ് അവിടെയുള്ള മിഷീനും എടുത്ത് ഒരു മലയുടെ മുകളിലേക്ക് ഓടിക്കേറുന്നു. അങ്ങനെ അവൻ മലയുടെ മുകളിൽ എത്തുകയും അവൻ ഉന്നം പിടിക്കാനും തുടങ്ങുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ഡ്രാഗനെ അവൻ കാണുകയും അവൻ വെടിയുതിർക്കുന്നു. അതോടെ അത് കറക്റ്റ് അതിന് കൊള്ളുകയും അത് വീഴുന്നതും അവൻ കാണുന്നു. ഞാൻ ആ വല വെച്ചപ്പോ അത് വീഴുന്നത് ആരെങ്കിലും കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ സന്തോഷിക്കുമ്പോൾ പിന്നിൽ നിന്നും തീ കത്തുന്ന ഡ്രാഗൻ അവന്റെ അടുത്തേക്ക് വരികയും അത് കണ്ടതും അവൻ ഓടുന്നു. അവൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവന്റെ അച്ഛൻ ദൂരെ നിന്നും കാണുകയും അയാൾ അതിനെ ലക്ഷ്യമാക്കി ഓടുന്നു. ഹിക്കപ്പ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒളിക്കുകയും അത് തീതുപ്പാനും തുടങ്ങുന്നു. എന്നിട്ട് അത് അവനെ കടിക്കാൻ വരുന്നതും അവന്റെ അച്ഛൻ അതിനെ അടിച്ച് പഞ്ചറാകുന്നു. അങ്ങനെ അവിടെ ചെറിയൊരു ഫൈറ്റ് നടക്കുകയും ഡ്രാഗൻ പേടിച്ച് അവിടെ നിന്നും പറന്നു പോകുന്നു. ഇതോടെ അവൻ കാരണം അവിടെ വലിയൊരു നഷ്ടമുണ്ടാവുകയും അവർ പിടിച്ചു വെച്ച ഡ്രാഗനൊക്കെ പറന്നു പോകുന്നു. പക്ഷെ ഞാൻ നൈറ്റ് ഫ്യൂരിയെ വീഴ്ത്തി അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അവനെ പൊക്കിയെടുത്ത് പോകുന്നു. സത്യമാണ് അച്ഛാ, ഞാൻ ശരിക്കും താഴെ ഒരു നൈറ്റ് ഫ്യൂരിയെ വീഴ്ത്തിയിട്ടുണ്ട് എന്നൊക്കെ അവൻ പറയുമ്പോൾ ഒന്ന് നിർത്തടാ, നീ എവിടെ പോയാലും ദുരന്തമാണ്. അല്ലാതെ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. മഞ്ഞുകാലമാണ് വരാൻ പോകുന്നത്. ഈ ഗ്രാമത്തെ മുഴുവൻ എനിക്ക് തീറ്റിപ്പോറ്റണം. ആഹാരം കുറച്ച് കുറഞ്ഞൊന്നും പോയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് തമാശയല്ല ഹിക്കപ്പ്, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു ഡ്രാഗനെ കൊന്നു വച്ചാ എന്ന് വീണ്ടും ഹിക്കപ്പ് പറയുമ്പോൾ നിനക്കതിനുള്ള ശക്തിയൊന്നും ഇല്ല മോനെ, നീ വേഗം വീട്ടിലേക്ക് പോ, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. ഇതിനിടെ ആസ്ട്രിഡിന്റെ ടീം അവനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഗോബർ അവനെ വീട്ടിലാക്കുകയും അവൻ വീട്ടിന്റെ പുറകിലൂടെ ഇറങ്ങിപ്പോകുന്നു. ശേഷം ഒന്നുകിൽ നമ്മൾ അവരെ തീർക്കും, അല്ലെങ്കിൽ നമ്മളെ അവർ തീർക്കും. നമ്മൾ ഡ്രാഗൺസിന്റെ സ്ഥലം കണ്ടെത്തി അവരെ തീർത്താൽ മതി. ഇതേ ഒരു വഴിയുള്ളൂ. നമ്മൾ അവിടെ പോയി അതിനെ ഓടിച്ചാൽ അവർ വേറെ സ്ഥലം കണ്ടെത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് സ്റ്റോയ്ക്ക് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടെന്ന് ചോദിക്കുന്നു. പക്ഷെ ആരും കൈപൊക്കുന്നില്ല. ഇവിടെ നിൽക്കുന്നവരൊക്കെ ഹിക്കപ്പിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് സ്റ്റോയ്ക്ക് പറയുകയും അതോടെ എല്ലാരും കൈപൊക്കുകയും ചെയ്യുന്നു. പിന്നീട് ഗോബറും സ്റ്റോയ്ക്കും സംസാരിക്കുന്നു. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ നീ അവനെ പരിശീലിപ്പിക്കണം എന്നൊക്കെ സ്റ്റോയ്ക്ക് പറയുമ്പോൾ അവൻ കട നോക്കിക്കോളും, അവൻ വാള് മൂർച്ചയാക്കാനൊക്കെ ഇപ്പൊ പഠിച്ചു എന്ന് ഗോബർ പറയുന്നു. ഗോബർ, ഞാൻ അവനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്റ്റോയ്ക്ക് ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്നത് പോലെ തന്നെ അവനെയും പരിശീലിപ്പിക്കാം എന്ന് ഗോബർ പറയുമ്പോൾ അവനെ ഡ്രാഗൻ കൂട്ടിൽ ഇട്ടാൽ തന്നെ അവനെ ഡ്രാഗൻ കൊല്ലും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഗോബർ പറയുമ്പോൾ അല്ലടാ, നിനക്കറിയാവുന്നതല്ല അവന് കുരുവിയുടെ അത്ര ശ്രദ്ധയും ശക്തിയുമേ ഉള്ളൂ. അതൊക്കെ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ അച്ഛൻ എന്റെ തല പാറയിൽ അടിക്കാൻ പറയുകയും ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ പാറ 2 കഷ്ണമായി തള്ളു തുടങ്ങി എന്ന് പറഞ്ഞ് ഗോബർ പിറുപിറുക്കുന്നു. നിനക്കറിയോ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന്? തല വേദനിച്ച് കാണും. അതല്ലടാ, എന്നാലും ഹിക്കപ്പ് എന്തായിരിക്കും ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ സ്റ്റോയ്ക്ക് പറയുമ്പോൾ നമുക്കവനെ ശരിയാക്കി എടുക്കാടാ എന്ന് ഗോബർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കാട്ടിലൂടെ നടക്കുന്ന ഹിക്കപ്പിനെയാണ്. അവൻ അങ്ങനെ ഡ്രാഗനെ അന്വേഷിച്ച് മടുത്തിരിക്കുകയാണ്. വീണ്ടും അവൻ മുന്നോട്ട് പോവുകയും അവൻ നോക്കുമ്പോൾ ഒരു മരം ഒടിഞ്ഞു കിടക്കുന്നത് അവൻ കാണുന്നു. അതോടെ അവൻ മുന്നോട്ട് പോയി നോക്കുകയും അവൻ
നോക്കുമ്പോൾ കറുത്തിരുണ്ട ഒരു ഡ്രാഗനെ അവൻ കാണുന്നു. അതിനെ കണ്ട ഉടനെ അവൻ കത്തിയെടുക്കുകയും പേടിയോടെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവൻ പതുക്കെ പതുക്കെ അതിന്റെ അടുത്തേക്ക് പോവുകയും അങ്ങനെ ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കുന്നു. അങ്ങനെ ഡ്രാഗനും അവനും മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ കൊല്ലുമിടാ, എന്നിട്ട് നിന്റെ ഹൃദയം എടുത്ത് എന്റെ അച്ഛനെ കൊണ്ടു കൊടുക്കും, ഞാനൊരു വൈക്കിംഗ് ആടാ എന്നൊക്കെ പറഞ്ഞ് അവൻ അതിനെ കുത്താൻ ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അതോടെ അവൻ കുറച്ചു സമയത്തിന് ശേഷം അതിന്റെ കയർ മുറിച്ചു വിടുന്നു. അതോടെ ഡ്രാഗൻ അവന്റെ നേർക്ക് വരികയും അവനെ നോക്കി ഉറക്കെ കരഞ്ഞതിന് ശേഷം അത് അവിടെ നിന്ന് അവിടെയും ഇവിടെയും ഇടിച്ചൊക്കെ പറന്നു പോകുന്നു. ശേഷം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നോക്കുമ്പോൾ അവൻ അവിടെ ബോധം കെട്ട് വീഴുന്നു. പിന്നീട് കാണിക്കുന്നത് അച്ഛൻ കാണാതെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഹിക്കപ്പിനെയാണ്. ഇതിനിടെ അവന്റെ അച്ഛൻ അവനെ കാണുകയും എനിക്കൊരു കാര്യം പറയാനുണ്ട് മോനെ നിന്റെ കൂടെ എന്ന് സ്റ്റോയിക് പറയുമ്പോൾ അവനും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു. അതോടെ അവർ രണ്ടുപേരും ഒരുമിച്ച് പറയുകയും അതോടെ രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതോടെ നിങ്ങൾ ആദ്യം പറ അച്ഛ എന്ന് ഹിക്കപ്പ് പറയുന്നു. എടാ മോനെ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, നീ നാളെ മുതൽ ഡ്രാഗൺ ട്രെയിനിങ് തുടങ്ങിക്കോ. ഓ, ഞാൻ ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഹിക്കപ്പ് പറയുന്നു. അച്ഛ, നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഡ്രാഗനെ കൊല്ലുന്ന പോരാളികളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറവുള്ളത് ബ്രെഡ് ഉണ്ടാക്കാനും വീടുണ്ടാക്കാനുമുള്ള ആളാണ്. പക്ഷേ നിനക്കാവശ്യം ഈ കോടാലിയാണ് എന്ന് പറഞ്ഞ് സ്റ്റോയിക് അവന് കോടാലി കൊടുക്കുന്നു. പക്ഷേ അച്ഛ, എനിക്ക് ഡ്രാഗനെ കൊല്ലാൻ പറ്റില്ല, അതൊക്കെ വെറും നിന്റെ തോന്നലാണ്, നിനക്ക് പറ്റും, നീ ഞങ്ങൾ നടക്കും പോലെ നടക്കും, നീ ഞങ്ങൾ കഴിക്കും പോലെ കഴിക്കും, ഞങ്ങൾ ഉറങ്ങും പോലെ ഉറങ്ങും. പക്ഷേ അച്ഛ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വീണ്ടും ഹിക്കപ്പ് പറയുമ്പോൾ ഇത് കുട്ടിക്കളിയല്ല മോനെ എന്ന് അച്ഛൻ വഴക്ക് പറയുകയും അതോടെ അവൻ സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ യുദ്ധത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അവനിപ്പോൾ ആസ്ട്രിഡും ടീമിന്റെ ഒപ്പം ഡ്രാഗനെ കൊല്ലാനുള്ള പരിശീലനത്തിന് എത്തിയിരിക്കുകയാണ്. അതോടെ അവർ ഹിക്കപ്പിനെ കാണുകയും ആരാ ഇവനെ അകത്തേക്ക് വിട്ടത് എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഇതിനിടെ ഗോബർ അങ്ങോട്ടേക്ക് വരികയും ഇവിടെ നിന്നും ഏറ്റവും നല്ലോണം പോരാടുന്ന ആൾക്ക് വില്ലേജിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഡ്രാഗനെ കൊല്ലാനുള്ള അവസരം ലഭിക്കും എന്നൊക്കെ ഗോബർ പറയുന്നു. ഹിക്കപ്പ് ഇതിനു മുന്നേ നൈറ്റ് ഫ്യൂരിയെ കൊന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ അവനെ വീണ്ടും കളിയാക്കുന്നു. നീ അതൊന്നും കാര്യമാക്കണ്ട മോനെ, നീ ഇങ്ങനെ മെലിഞ്ഞൊട്ടിയത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് ഗോബർ പറയുന്നു. ശേഷം ഗോബർ അവിടെയുള്ള ഒരുപാട് ഡ്രാഗൻസിന്റെ പേര് പറയുകയും അതൊക്കെ കേൾക്കുന്ന തടിയൻ അതിന്റെയൊക്കെ പവറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശേഷം ഗോബർ ഗ്രോങ്കിൾ എന്ന ഡ്രാഗന്റെ കൂട് തുറക്കുകയും ആ ഡ്രാഗൻ അവരെ ആക്രമിക്കാൻ അവരുടെ അടുത്തേക്ക് പറന്നെത്തുന്നു. ഇതിനിടെ കുട്ടികൾ അവിടെയുള്ള ഷീൽഡ് ഒക്കെ എടുത്ത് റെഡിയാവുകയും ഹിക്കപ്പ് ഷീൽഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. അതോടെ ഗോബർ അവനെ സഹായിക്കുന്നു. ഇതിനിടെ ടഫ്നെട്ടും റഫ്റ്റട്ടും ഒരു ഷീൽഡിന് വേണ്ടി അടിയുണ്ടാക്കുകയും അവരുടെ മേലേക്ക് ഡ്രാഗൻ തീതുപ്പുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നും അവർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ശേഷം അവർ ഷീൽഡിന് മുട്ടിമുട്ടി അതിനെ ഇടങ്ങാറാക്കുകയും ഡ്രാഗൻ തടിയന്റെ മേലെയൊക്കെ തീതുപ്പുന്നുണ്ട്. അങ്ങനെ ഡ്രാഗൻ ആസ്ട്രിഡിനെ നേരെ തിരിയുകയും ആസ്ട്രിഡ് ഹിക്കപ്പിന്റെ അടുത്തേക്ക് പോയി അവനെ അവിടെ നിർത്തിയതിനു ശേഷം അവൾ ഓടിക്കളയും. അതോടെ ഹിക്കപ്പിന്റെ നേരെ ഡ്രാഗൻ വരികയും അവന്റെ നേരെ തീ തുപ്പാൻ ശ്രമിക്കുമ്പോൾ ഗോബർ അതിനെ പിടിച്ചു വലിക്കുന്നു. അതോടെ ഹിക്കപ്പ് ജസ്റ്റിന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതോടെ ഗോബർ അതിനെ പിടിച്ച് കൂട്ടിലടക്കുന്നു. എന്നിട്ട് പറയുന്നു, ഒരു ഡ്രാഗൻ നിങ്ങളെ എപ്പോഴും കൊല്ലാനേ നോക്കൂ. ശേഷം കാണിക്കുന്നത് ഹിക്കപ്പ് വീണ്ടും ഡ്രാഗൻ വീണ സ്ഥലത്തേക്ക് പോവുകയും ഗോബർ പറഞ്ഞത് ഡ്രാഗൻ എപ്പോഴും കൊല്ലാനേ നോക്കുമെന്നല്ല, പക്ഷെ നീ എന്നെ കൊന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഡ്രാഗനെ അന്വേഷിക്കുന്നു. അവൻ അങ്ങനെ ഡ്രാഗനെ നോക്കി നോക്കി പാറയുടെ ഇടയിലൂടെയൊക്കെ പോവുകയും അവൻ അവിടെ ഡ്രാഗന്റെ കാൽപ്പാടം കാണുകയും ചെയ്യുന്നു. അവൻ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രാഗൻ അവന്റെ അടുത്തേക്ക് പറന്നു വരികയും പാറയിലൊക്കെ നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും താഴേക്ക് വീഴുന്നു. അവൻ നോക്കുമ്പോൾ അത് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ല. ഇതിനിടെ അവനൊരു ബുക്ക് എടുത്ത് അതിന്റെ പടം വരക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അവൻ നോക്കുമ്പോൾ അതിന്റെ ബാക്കിലെ ഒരു വാല് മുറിഞ്ഞു പോയിരിക്കുകയാണ്. ഡ്രാഗൻ വീണ്ടും വീണ്ടും പറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അതിന് കഴിയുന്നില്ല. അതോടെ അത് പുഴയിലേക്ക് നോക്കി മീനിനെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനും കഴിയുന്നില്ല. അതോടെ അതിന് വിശക്കുന്നുണ്ട് എന്നും അവന് മനസ്സിലാവുന്നു. ഇതിനിടെ അവന്റെ പെണ്ണ് താഴേക്ക് വീഴുകയും അവൻ അവിടെ ഉള്ളത് ഡ്രാഗൻ കാണുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോബറിനെയും പിള്ളേരെയും ആണ്. രാവിലത്തെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഹിക്കപ്പ് അങ്ങോട്ടേക്ക് വരികയും അവനെ കാണുന്നതോടെ അവർ വീണ്ടും അവനെ കളിയാക്കാൻ തുടങ്ങുന്നു. ഇതിനിടെ ഗോബർ അവിടേക്ക് ഒരു ബുക്ക് കൊണ്ടുവരികയും ഡ്രാഗൻ ബുക്ക് നിങ്ങൾ എല്ലാവരും മനഃപ്പാടമാക്കണമെന്ന് ഗോബർ പറയുന്നു. ഡ്രാഗനെ പറ്റി നമുക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഇതിനിടെ അവിടെ ചെറിയൊരു ഇടി പൊട്ടുന്നു. അതോടെ ഇന്നിന് ട്രെയിനിങ് ഇല്ല എന്ന് പറഞ്ഞ് ഗോബർ അവിടെ നിന്ന് പോകുന്നു. കുട്ടികളെല്ലാവരും ഈ ബുക്കൊന്നും പഠിക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ, ഇതൊക്കെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, എല്ലാ ഡ്രാഗൻസിനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ പോരെ, ഇതിനെന്തിനാ ബുക്കൊക്കെ പഠിക്കുന്നത് എന്ന് അവർ പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഞാനിത് 7 തവണ വായിച്ചിട്ടുണ്ട്, ഇതിൽ കടലിലുള്ള ഡ്രാഗനെയൊക്കെ പറ്റി പറയുന്നുണ്ട് എന്നൊക്കെ തടിയൻ പറയുമ്പോൾ നീരുന്ന് വായിച്ചോടാ ഞങ്ങള് പോവാ എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ തടിയനും കൂടെ പോകുന്നു. ഇതിനിടെ ഹിക്കപ്പ് അങ്ങോട്ടേക്ക് വരികയും ആസ്ട്രിഡ് അവിടെ ഇരിക്കുന്നത് കണ്ട് നമുക്ക് വായിച്ചാലോ എന്ന് അവൻ പറയുമ്പോൾ നിന്റെ കൂടെ ഒന്നും വായിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നു. അതോടെ ഹിക്കപ്പ് ഒറ്റയ്ക്കിരുന്ന് വായിക്കുകയാണ്. അവനതിൽ ഒരുപാട് ഡ്രാഗൻസിനെ കാണുന്നുണ്ട്. തണ്ടർ ഡ്രാഗൻ, കണ്ടാൽ ഉടനെ കൊല്ലുക, ടിംബർ ജാക്ക്, കണ്ടാൽ ഉടനെ കൊല്ലുക എന്നാണ് എല്ലാ ഡ്രാഗൻസിനെയും പറ്റി അതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വായിച്ച് വായിച്ച് ലാസ്റ്റ് പേജ് എത്തുകയും അവിടെ നൈറ്റ് ഫ്യൂരി എന്ന പേര് കാണുകയും ചെയ്യുന്നു. അവൻ നോക്കുമ്പോൾ അവിടെ അതിന്റെ ചിത്രമില്ല. അതിൽ
മറ്റ് ഡ്രാഗനെ പോലെയുമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ സ്പീഡ് എത്രയാണെന്ന് അവർക്കറിയില്ല, വലുപ്പം എത്രയാണെന്നും അവർക്കറിയില്ല. മരണത്തിന്റെയും പിശാചിന്റെയും മകൻ, ഒരിക്കലും ഇതുമായി ഏറ്റുമുട്ടാൻ പാടില്ല. ഇതിനെ കാണുമ്പോൾ ഒളിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ഇത് മാത്രമേ വഴിയുള്ളൂ. അതോടെ അവൻ വരച്ച ചിത്രം അവിടെ എടുത്തു വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഡ്രാഗനെ നോക്കി പോയിരിക്കുന്ന ഹിക്കപ്പിന്റെ അച്ഛനായ സ്റ്റോയ്ക്കിനെയാണ്. അവർ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്, എനിക്ക് അവരെ മണം കിട്ടുന്നുണ്ട് എന്നൊക്കെ സ്റ്റോയ്ക്ക് പറയുന്നു. അതോടെ മുന്നിൽ വലിയൊരു മഞ്ഞ് കാണുകയും അതിന്റെ ഉള്ളിലേക്ക് കപ്പൽ എടുക്കാനും പറയുന്നു. അതോടെ അവർ കപ്പൽ ഉള്ളിലേക്ക് എടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഹിക്കപ്പിനെയാണ്. നൈറ്റ് ഫ്യൂരിയെ പറ്റി വേറെ പുസ്തകങ്ങളൊക്കെ ഉണ്ടോ എന്ന് അവൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഡ്രാഗൻ അവന്റെ നേർക്ക് വന്ന് തീ തുപ്പുന്നു. അതോടെ ഹിക്കപ്പ് ഡ്രാഗനിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഓടുന്നു. ഇതിനിടെ തടിയന്റെ നേർക്ക് ഡ്രാഗൻ തിരിയുകയും അവൻ അട്ടഹാസിച്ച് ഓടുന്നു. എല്ലാ ഡ്രാഗൻസിനും ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അത് കണ്ടെത്തി അതിനെ ആക്രമിക്കുക എന്നൊക്കെ ഗോബർ വിളിച്ചു പറയുന്നു. ശേഷം റഫ്നറ്റിന്റെയും ടഫ്നറ്റിന്റെയും അടുത്തേക്ക് ഡ്രാഗൻ എത്തുകയും എന്ത് മണമാണിതിന്, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ പറയുന്നു. ഇതിനിടെ അവർ അടിയും ഉണ്ടാകുന്നുണ്ട്. അതോടെ ഡ്രാഗൻ അവരെ നേരേക്ക് തീ ഊതുകയും അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകുന്നു. ശേഷം കാണിക്കുന്നത് ഹിക്കപ്പിനെയാണ്. നൈറ്റ് ഫ്യൂരിയെ അടുത്ത് നിന്ന് എങ്ങനെ ഒളിക്കാമെന്നൊക്കെ അവൻ ചോദിക്കുന്നു. ആരും അതിനെ കണ്ടിട്ടില്ലടാ, നീ കഥ പറഞ്ഞു നിൽക്കാതെ പോയി ഒളിക്കി. അതോടെ ഡ്രാഗൻ ആസ്ട്രിഡിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ആസ്ട്രിഡും ടീമും അങ്ങനെ തുള്ളിപ്പോകുന്നത് കണ്ട് ഹിക്കപ്പും അങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ അവനവിടെ മറിഞ്ഞു വീഴുന്നു. അതോടെ ഹിക്കപ്പ് വീണ്ടും മാറി ഓടുകയും വീണ്ടും ഡ്രാഗൻ ആസ്ട്രിഡിന് നേരെ തിരിയുകയും ചെയ്യുന്നു. അതോടെ ആസ്ട്രിഡ് ഓടി ഓടി മതിലിന് മേലെയൂടെയൊക്കെ ഡ്രാഗൻ ഓടുകയും അതോടെ അവൾ മതിലിന് മേലെ കയറുകയും ആ മതില് പൊളിയുന്നതോടെ അവൾ ഹിക്കപ്പിന്റെ മേലേക്ക് വീഴുന്നു. അതോടെ വീണ്ടും ഡ്രാഗൻ അവർക്ക് നേരെ വരികയും അവൾ കോടാലി എടുത്ത് ഡ്രാഗന്റെ മുഖം അടിച്ചു പൊളിക്കുന്നു. ഇത് തമാശയൊന്നുമല്ല, നീ എന്താണ് ഇങ്ങനെ എന്ന് ആസ്ട്രിഡ് ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹിക്കപ്പ് വീണ്ടും ഡ്രാഗന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തവണ അവൻ ഒരു മീനും എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അവനങ്ങനെ ഡ്രാഗനെ നോക്കി ചുറ്റും നടക്കുകയും അവൻ നോക്കുമ്പോൾ ഡ്രാഗൻ പാറയുടെ മേളിൽ ഇരിക്കുന്നത് അവൻ കാണുന്നു. അതോടെ ഡ്രാഗൻ അവന്റെ കയ്യിലുള്ള മീനിന് വേണ്ടി അവന്റെ അടുത്തേക്ക് വരികയും അവനത് വെച്ച് നീട്ടുമ്പോൾ അത് കരയുന്നു. അതോടെ അവന്റെ അരയിലുള്ള കത്തിയാണ് പ്രശ്നം എന്ന് അവന് മനസ്സിലാവുകയും അവൻ കത്തി വലിച്ചെറിയുന്നു. അതോടെ ഡ്രാഗൻ വാ തുറന്ന് അവന്റെ അടുത്തേക്ക് വരുന്നു. അവൻ നോക്കുമ്പോൾ അതിന് പല്ലില്ല. പെട്ടെന്ന് പല്ല് വരികയും മീൻ കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നു. അതോടെ അവൻ അതിനെ ടൂത്ത്ലെസ് എന്ന് പേരിടുന്നു. ശേഷം ഡ്രാഗൻ അവന് നേർക്ക് വരികയും എന്റെ ഇനി ഫുഡില്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ പാതി മീൻ അത് തുപ്പിക്കൊടുക്കുന്നു. അതോടെ അത് അവന് വേണ്ടി തുപ്പിക്കൊടുത്തതാണെന്ന് മനസ്സിലാവുകയും മനസ്സില്ലാ മനസ്സോടെ അവൻ കഴിക്കുന്നു. ഇതിനിടെ അവന് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടെങ്കിലും അത് കണ്ണും പൂട്ടി അവൻ ഇറക്കുന്നു. അവൻ കഴിക്കുന്നത് കണ്ടിട്ട് ഡ്രാഗന് കൊതിയാവുന്നുണ്ട്. ഇതോടെ ഹിക്കപ്പ് ചിരിക്കുകയും ഡ്രാഗനും അവന് നേർക്ക് നോക്കി ചിരിക്കുന്നു. ശേഷം അവൻ അതിനെ തൊടാൻ ശ്രമിക്കുമ്പോൾ അത് കുറച്ചങ്ങോട്ടേക്ക് മാറിപ്പോകുന്നു. അതോടെ അത് തറയിൽ തീ കത്തിച്ചതിന് ശേഷം അവിടെ കിടക്കുന്നു. ഡ്രാഗൻ നോക്കുമ്പോൾ ഹിക്കപ്പ് അതിന്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. അതോടെ ഹിക്കപ്പ് വീണ്ടും വീണ്ടും അതിനെ തൊടാൻ ശ്രമിക്കുമെങ്കിലും അത് അതിന് സമ്മതിക്കുന്നില്ല. അതോടെ ഡ്രാഗൻ മരത്തിന് മേളിൽ തൂങ്ങിയിരിക്കുകയാണ്. അതോടെ ഹിക്കപ്പ് അവിടെ ഇരുന്ന് ബോറടിച്ചതോടെ തറയിൽ ഡ്രാഗന്റെ ചിത്രം വരക്കാൻ തുടങ്ങുകയും അത് കണ്ട ഡ്രാഗൻ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ശേഷം ഡ്രാഗൻ മരത്തിന്റെ വലിയൊരു കൊമ്പ് എടുത്തു കൊണ്ടുവരികയും ഹിക്കപ്പിന് ചുറ്റും ഒരു മാപ്പ് പോലെ വരക്കുന്നു. അത് വരക്കുന്നത് കണ്ട് ഹിക്കപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ ഹിക്കപ്പ് അവിടെ നിന്ന് എണീറ്റ് വരയിൽ ചവിട്ടുന്നതോടെ അത് കരയുകയും വീണ്ടും അവൻ വരയിൽ ചവിട്ടുന്നതോടെ വീണ്ടും കരയുന്നതോടെ വരയിൽ ചവിട്ടാതെ പോകണമെന്ന് അവന് മനസ്സിലാവുന്നു. അതോടെ അവൻ വരയിൽ ചവിട്ടാതെ നടന്നു പോവുകയും അവൻ നോക്കുമ്പോൾ ഡ്രാഗന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതോടെ അവൻ ഡ്രാഗനെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഡ്രാഗന് എന്തോ പോലെ ആവുകയും അതോടെ അവൻ കണ്ണും പൂട്ടി കൈനീട്ടുകയും അതോടെ ഡ്രാഗൻ ഇങ്ങോട്ട് വന്ന് അവനെ തൊടുന്നു. അതോടെ അവൻ കണ്ണു തുറക്കുന്നതോടെ ഡ്രാഗൻ കുറച്ചപ്പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രി ഗോബർ പിള്ളേർക്ക് അവന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ ഈ കൈ ഒരു ഡ്രാഗൻ വിഴുങ്ങിയിട്ടും ഞാൻ പേടിച്ചിട്ടില്ല, അതിനു മുന്നേ ഒരു കാലും വിഴുങ്ങിയായിരുന്നു, എന്നിട്ടും ഞാൻ പേടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട തടിയൻ ഒരു കൈ വായിലായിട്ടും ഇങ്ങേര് പേടിക്കുന്നില്ല, നിങ്ങൾ അതിന്റെ ഹൃദയം പൊട്ടിച്ചു കൊല്ലണമായിരുന്നു എന്നൊക്കെ അവർ പറയുന്നു. ഇതിനിടെ ഒരുത്തൻ നിങ്ങളുടെ ആ കൈയും കാലും എടുത്ത ഡ്രാഗനില്ലേ, ഇനി ഞാൻ എപ്പോഴും ഡ്രാഗനെ കൊല്ലുമ്പോൾ അവരുടെ 2 കാല് നോക്കി വെട്ടുമെന്ന് അവൻ ശപഥം ചെയ്യുന്നു. എടാ, നീ കാലല്ല വെട്ടേണ്ടത്, അതിന്റെ ചിറകും വാലുമാണ്. ചിറകും വാലും ഇല്ലെങ്കിൽ ഒരു ഡ്രാഗൻ ചത്തതിന് തുല്യമാണ്. അപ്പോ ശരി, ഞാൻ ഉറങ്ങാൻ പോവാ, നിങ്ങളും ഉറങ്ങാൻ പോയിക്കോളൂ, നാളെ നമുക്ക് ട്രെയിനിങ് ആരംഭിക്കണം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹിക്കപ്പ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവൻ ഇറങ്ങിപ്പോകുന്നത് ആസ്ട്രിഡ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഹിക്കപ്പ് റൂമിലെത്തുകയും ഡ്രാഗന്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ആ വാല് വരക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ ഗോബറിന്റെ പണിപ്പുരയിലേക്ക് പോവുകയും അവൻ ഇരുമ്പൊക്കെ ഉരുക്കി ഡ്രാഗന്റെ വാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഒരുപാട് സമയത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ ഡ്രാഗൻ വാൽ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം വലിയൊരു കൊട്ടമീനുമായി ഡ്രാഗന്റെ അടുത്തേക്ക് അവൻ പോവുകയും മീൻ അവിടെ അവൻ ചെരിഞ്ഞു കൊടുക്കുന്നു. അതോടെ ഡ്രാഗൻ അത് കഴിക്കാൻ നോക്കുമ്പോൾ അതിലെ എന്തോ കണ്ട് അത് പേടിക്കുകയും അത് ഈ പാമ്പാണെന്ന് അവന് മനസ്സിലാവുന്നതോടെ അവൻ അതിൽ നിന്നും അത് മാറ്റിയിടുന്നു. ശേഷം അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഡ്രാഗന്റെ പുറകിലേക്ക് ചെല്ലുകയും അവൻ ഉണ്ടാക്കിയ വാൽ അതിന് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡ്രാഗൻ വാൽ ഇളക്കുന്നത് കൊണ്ട് അതിന് കഴിയുന്നില്ല. അതോടെ അവൻ അതിന്റെ മേലേക്ക് കയറിയിരിക്കുകയും അവൻ പതുക്കെ അത് ഇടുന്നു. ഇതിനിടെ ഡ്രാഗന്റെ ഫുഡ് തീർന്നതോടെ ഡ്രാഗൻ അവൻ ബാക്കിലുള്ള കാര്യം മനസ്സിലാക്കുകയും പെട്ടെന്ന് അത് പറക്കാനും തുടങ്ങുന്നു. അതങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് വീഴാൻ പോവുകയും അതോടെ ഹിക്കപ്പ് വാല് വലിച്ചു പിടിക്കുന്നു. അതോടെ അതിന് കറക്റ്റ് പറക്കാൻ കഴിയുകയും ഡ്രാഗൻ ഹിക്കപ്പിനെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നു. ശേഷം അത് പറക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കഴിയുന്നില്ല. അതോടെ അത് വെള്ളത്തിലേക്ക് വീഴുന്നു. പിന്നീട് കാണിക്കുന്നത് പിള്ളേരുടെ ട്രെയിനിങ് ആണ്. സിപ്പ്
ട്രിപ്പിൾ ബാക്ക് ഡ്രാഗൺസ് വളരെ സൂത്രശാലികളാണ്. അവർ ഒരു തല കൊണ്ട് ഗ്യാസ് തുപ്പും, മറ്റൊരു തല കൊണ്ട് തീ കത്തിക്കും. നിങ്ങൾ അതിന്റെ മേലെ വെള്ളം തളിച്ചാൽ അതിന് തീ കത്തിക്കാൻ പറ്റില്ല. അതിന്റെ തീ കത്തിക്കുന്ന തല ഏതാന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് വെള്ളം തളിക്കണം എന്നൊക്കെ ഗോബർ അവർക്ക് അറിയിപ്പ് കൊടുക്കുന്നു. പിള്ളേരെല്ലാവരും 2 പേര് ഗ്രൂപ്പായി ഒരുമിച്ച് നിൽക്കുന്നു. ഇതിനിടെ ഒരുത്തന്റെ മേലേക്ക് ഡ്രാഗൺ വരുന്നതോടെ അവർ വെള്ളം തളിക്കുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. രണ്ടാമത്തെ പാർട്ടുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.